എന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചതിൽ ആകെ 1-2 പേര് എനിക്ക് തിരിച്ചു തന്നിട്ടുള്ളൂ. തന്നിട്ടുള്ളൂ 1-2 പേരെ എനിക്ക് തിരിച്ചു തന്നു. അതാണ് നിനക്ക് കൂട്ടുകാരെ പേടിയല്ല. പിന്നല്ലാതെ അത് ചിലപ്പോൾ ശരിയായിരിക്കും. കാരണം അവൻ ചിലപ്പോൾ കണ്ണടച്ച് അങ്ങനത്തെ ഒരു നിന്റെ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞത് ഈ സാധനം പറഞ്ഞൊരു സാധനം ഞാൻ ഇപ്പൊ ഓർമ്മിക്കുന്നു. ഞാൻ വെച്ച് 1-2 പേരെ തരാതെ ഉള്ളെന്ന് പറയായിരിക്കുന്നു. 2 പേരെ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ളവരോട് ആരും ഇപ്പൊ അതൊക്കെ ഞാൻ മനസ്സോടെ കൊടുത്തതായതുകൊണ്ട് ഇത് കണ്ടപ്പോ എനിക്ക് എന്താ തോന്നിയെന്ന് അറിയാമോ? ഒന്നാമത്തെ കേസ് മറ്റേ അച്ചക്കൻ, ഓക്കെ, അവനാ പൈസ മനസ്സറിഞ്ഞു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. സോ മനസ്സറിഞ്ഞു കൊടുത്താല് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇത് ഈ പറഞ്ഞ വാങ്ങിച്ചവര് കാണും, ഇവനുമായിട്ട് അടുപ്പമുള്ള എല്ലാവരും ഇത് കാണുമല്ലോ. സോ അപ്പൊ ഇത് മനസ്സോട് കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല. കാര്യം മനസ്സോട് കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ വന്നിട്ട് ഇതേപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇരുന്ന് പബ്ലിക്കായിട്ട് വന്ന് പറയില്ല, ഫസ്റ്റ് ഓഫ് ഓൾ, അല്ലേ? പിന്നെ കുറച്ച് സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് പറയാം. ഓക്കെ, അതായത് എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. ഇപ്പോ എൻ്റെ ഒരു കേസിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഓക്കെ, എടാ ശരിക്കും പറഞ്ഞാല് എനിക്കൊക്കെ ഒരു സമയത്ത്, ഓക്കെ, ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷം മുമ്പ് ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടായിരുന്നു. ഇപ്പൊ ഞാനൊക്കെ ഈ റൂമിൽ ഒറ്റയ്ക്ക് വിതുങ്ങിയിരിക്കുക, മനസ്സിലായി, ആരുമില്ല. പക്ഷെ ഒരു 3-4 വർഷം മുമ്പ് വരെ എൻ്റെ കൂടെ എപ്പോഴും ഒരു 10 പിള്ളേരുണ്ടാവും. ഓക്കെ, കുറഞ്ഞൊരു 10 പിള്ളേരുണ്ടാവും. ആ സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. ഓക്കെ, ക്യാഷ് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഫാമിലിയിലൊക്കെ, ഐ മീൻ എൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ബിസിനസ് ഉണ്ടായിരുന്നു. സോ അങ്ങനെ കുറച്ച് ക്യാഷ് ഉണ്ടായിരുന്നു. 3 കാർ ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. ഓക്കെ, 3 കാർ ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ ക്യാഷ് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. ഇതെന്റെ ജീവിതത്തിൽ നിന്നുണ്ടായ റിയൽ ആയിട്ടുള്ള സംഭവം കേട്ടോ പറയണേ. ഒരു ടൈം കഴിഞ്ഞപ്പോ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളാവുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും പലപ്പോഴും. നമ്മളെപ്പോഴും ആ ഒരു, എനിക്ക് സംഭവിച്ചാ പറയണ കേട്ടോ, ആ ഒരു ചില്ലിങ് മൂഡിലേക്ക് ആയിപ്പോയി. സോ അങ്ങനെ ഇരിക്കെ അത്രത്തോളം ചെലവുണ്ട്. അതായത് ഈ ഒരു സർക്കിളിന്റെ ചെലവ് മൊത്തം എല്ലാ ദിവസവും അല്ലെങ്കിലും മിക്കപ്പോഴും, അതായത് ഒരു 90% അല്ലെങ്കിൽ ഒരു 100-ൽ 90 ദിവസത്തിലും ഞാൻ തന്നെ ആയിരിക്കും വഹിക്കുക, അല്ലെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കും കൊടുക്കുക. അപ്പോ നമ്മളുടെ ഒരു വിചാരം എന്താ, നമ്മളുടെ കയ്യില്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരും എന്നെങ്കിലും ഇത് കൊടുക്കും, അല്ലെങ്കിൽ നമ്മളെ സഹായിക്കും എന്നൊക്കെ ആയിരിക്കുമല്ലോ. നമ്മൾ കൂട്ടുകാരെ സഹായിക്കുമ്പോഴും എല്ലാം ആ ഒരു സാധനം നമ്മളൊന്നും, പക്ഷെ കൊടുക്കുന്ന ഒന്നും നമ്മൾ പ്രതീക്ഷിച്ച് കൊടുക്കരുതെന്നുണ്ട് കേട്ടോ. അത് സത്യമായ വാക്കുകളാണ്. നമ്മളൊന്നും ചെയ്താലും നമ്മളൊന്നും പ്രതീക്ഷിച്ച് ചെയ്യരുത്. എന്താണെങ്കിലും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോ ഒരു ടൈം കഴിഞ്ഞപ്പോ ഈ പറഞ്ഞ സാമ്പത്തികമൊക്കെ വളരെ താഴ്ന്ന് ലോസായി. ഈ 3 കാർ ഉണ്ടെന്ന് പറഞ്ഞെടുത്ത് ആദ്യം ഒരു കാർ വിറ്റു, പിന്നെ ഒരു കാർ വിറ്റു, പിന്നെ ഒരെണ്ണം കൊണ്ട് പണയത്തിന് വെച്ചു. മനസ്സിലായ? അത്രത്തോളം താഴ്ന്നു, സാമ്പത്തിക അവസ്ഥ അത്രത്തോളം താഴ്ന്നു. ഈ പറഞ്ഞ കൂട്ടുകാരുടെ എണ്ണവും കുറഞ്ഞു. 10 എന്നുള്ളത് 8 ആയി, 7 ആയി, 6 ആയി, 5 ആയി, 4 ആയി, പിന്നെ ആരും ഇല്ലാണ്ടായി. മനസ്സിലായ? പക്ഷെ അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. അതായത് ഞാൻ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് വരെയും പൈസ ഇല്ലാണ്ട് എനിക്ക് ഇറങ്ങേണ്ട വന്നിട്ടുണ്ട്. അന്ന് ഈ പറഞ്ഞ ആരും ഉണ്ടായിരുന്നില്ല. അന്ന് ഈ പറഞ്ഞ ഒരു മനുഷ്യനും എനിക്ക് ഉണ്ടായിരുന്നില്ല. ഈ പറഞ്ഞ ഒരു കൂട്ടുകാരും, ഞാൻ കൊണ്ടു നടന്നതായിക്കോട്ടെ, എന്റെ കൂടെ നടന്നതായിക്കോട്ടെ, ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ലടാ. അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു. ഒന്ന് ഒരുപാട് കരഞ്ഞതിന് ശേഷം ആ ഒരു പണം എന്നുള്ളൊരു യാഥാർത്ഥ്യം ഇല്ലേ, പണമാണ് ജീവിതത്തിൽ എല്ലാം, അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിലേ എല്ലാവരും ഉള്ളൂ. അതൊരു വലിയ സംഭവമാണ്. അതൊരു വലിയ സംഭവം തന്നെയാ. പൈസ എന്ന് പറഞ്ഞ സംഭവം, അതിനിപ്പോ എന്താന്ന് പറഞ്ഞാൽ നമുക്കൊരു മനുഷ്യന് 1 രൂപ ചുമ്മാ തരില്ലടാ. നമ്മൾ കൊടുക്കുമായിരിക്കും. ഞാനൊക്കെ ഒരുപാട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഒരുപാട് പേര് യൂട്ടിലൈസ് ചെയ്ത് വാങ്ങിയിട്ട് പോയിട്ടുണ്ട്. പലതും എനിക്ക് ഓർമ്മ പോലും ഇല്ല. പലതൊന്നും ഞാൻ ചോദിക്കാൻ പോയിട്ടുമില്ല. കാശുണ്ടായിരുന്ന സമയത്ത്, കാശില്ലാണ്ട സമയത്ത് ചോദിച്ചിട്ടില്ല. പക്ഷേ ഇല്ലാണ്ട് വന്ന കുറച്ച് അവസ്ഥയിൽ നമ്മൾ അത്രയും സഹായിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നില്ലേ. സോ ഇവരടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് എന്റെ കോൺടാക്ട്സിൽ 300 കൂട്ടുകാരുണ്ടായിരുന്നെങ്കിൽ അതിനകത്ത് 250 പേരോട് ഞാൻ ചോദിച്ചിട്ടുണ്ടോ, എടാ എന്തെങ്കിലും ഫണ്ട് എന്തെങ്കിലും മറിക്കാനുണ്ടോ, എന്തെങ്കിലും മറിക്കാനുണ്ടോ. ഒരു മനുഷ്യൻ പോലും ആ സമയത്ത് സഹായിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ, എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഓർക്കുമ്പോൾ അത്രയും സങ്കടമുണ്ട്. ഒരു മനുഷ്യനും ഉണ്ടായിരുന്നില്ല.
നമ്മൾ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഒരു രൂപ തരാൻ പോലും ആൾക്കാരുണ്ടെന്നുള്ളതാണ്. മനസ്സിലായോ? അതാണ് അതിന്റെ ഏറ്റവും വലിയ ഫാക്ട്. നമ്മുടെ കയ്യിൽ കാശ് ഉണ്ടെന്ന് അറിഞ്ഞാൽ നമുക്ക് കാശ് തരാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ല എന്ന് അറിഞ്ഞാൽ ഒരു പട്ടി പോലും മോനെ നമ്മുടെ കൂടെ ഉണ്ടാവൂല. അതുകൊണ്ട് കൂട്ടുകെട്ടി നടക്കണ ചെക്കന്മാരോട് അല്ലെങ്കിൽ കൂട്ടുകെട്ടി നടക്കണ പിള്ളേരോട് എനിക്ക് പറയാനുള്ളത്, എടാ ഒരുത്തനും നീ എത്ര ചങ്കാണ് ചോരയാണ് മച്ചാനാന്ന് പറഞ്ഞ ഒരുത്തൻ നിന്റെ കൂടെ നടന്നാലും എത്ര പേര് നടന്നാലും മനസ്സിലായ ആ ലാസ്റ്റ് പോയിന്റിൽ നിന്റെ ജീവിതം ഇപ്പൊ നിന്റെ കളിച്ചിരിക്കുന്ന നടക്കുന്ന പ്രായമായിരിക്കും. സോ നിനക്ക് എന്തായാലും ലൈഫ് വേണം, നിനക്കൊരു കല്യാണം കഴിക്കണം, വീട് വെക്കണം, വാപ്പാനെ ഉമ്മാനെ നോക്കണം, കാര്യങ്ങളൊക്കെ ചെയ്യണമായിരിക്കുമല്ലോ. ആ ഒരു പോയിന്റിലേക്ക് നീ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിന്റെ കൂടെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ഇത് ഞാൻ എഴുതി ഒപ്പിട്ട് തരാം. നിന്റെ കൂടെ ഒരു മനുഷ്യനും ഉണ്ടാവില്ല, നീ മാത്രമായിരിക്കും. നിന്റെ കൂടെ നടന്നവരൊക്കെ അവരവരുടെ ജീവിതം തിരക്കി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ട് ഒരുത്തനെ കണ്ടപ്പോൾ അവരുടെ കൂടെ പോയിട്ടുണ്ടാവും. ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ഒറ്റ കാര്യമുള്ളൂടാ, പണം. എന്ത് കഷ്ടപ്പെട്ടും പൈസ ഉണ്ടായിക്കോ മക്കളെ, എത്ര കഷ്ടപ്പെട്ടും പൈസ ഉണ്ടായിക്കോ. ഉണ്ടാക്കണ പൈസ മാക്സിമം സേവ് ചെയ്ത് വെക്കാൻ നോക്കിക്കോ. ഒരു പട്ടിക്ക് വേണ്ടിയിട്ടും ഒരു രൂപ എടുത്ത് ചിലവാക്കാതെ കിട്ടണ കാശ് നിങ്ങളുടെ ഹാപ്പിനെസിന് വേണ്ടി നിങ്ങൾക്ക് എന്തും ചിലവാക്കാം. മനസ്സിലായോ? നിങ്ങളുടെ ഹാപ്പിനെസിന് വേണ്ടി നിങ്ങൾക്ക് എന്തും ചിലവാക്കാം. പണം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് പൂഴ്ത്തി വെക്കണം എന്നല്ല ഞാൻ പറയണം. മനസ്സിലായോ? നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന എന്ത് നിങ്ങൾക്ക് ആ പൈസ കൊണ്ട് ചെയ്യാം. പക്ഷേ കൂട്ടുകാരെന്ന് പറഞ്ഞ് നടക്കണ ഒരു മനുഷ്യന് മുത്തേ ഒരു പറയും ചെയ്തു കൊടുക്കരുത്. ഞാൻ ഉള്ള കാര്യം പറയണം, എന്റെ ജീവിത അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയണം. ഒരു മയിലുകൾ ഒരു സഹായം ചെയ്തിട്ടില്ലടാ, മനസ്സിലായ? അപ്പോ പണം, സോ അതിനൊരു ഭയങ്കര പവർ തന്നെയാണ്. അപ്പോ എല്ലാരും പോയിട്ട് മാക്സിമം പട്ടിയെ പോലെ പണിയെടുത്തോ, പണം മാക്സിമം ഉണ്ടായിക്കോളാം. ഇനിയിപ്പോ അങ്ങോട്ട് വരുന്ന കാലത്തിൽ നമുക്ക് പണം അത്രത്തോളം ആവശ്യമുണ്ടാവും. സോ അത്രത്തോളം മാക്സിമം പണം ഉണ്ടാക്കിയിട്ട് അടിപൊളിയായിട്ട് ജീവിക്കണം മക്കളെ, അടിപൊളിയായിട്ട് ജീവിക്കുക. മനസ്സിലായ? പോയ പുണ്ടച്ചുകളും പോയ മൈരങ്ങളൊക്കെ പോട്ടെ, പോയി അടിപൊളിയായിട്ട് ജീവിക്കണം മക്കളെ.